Assalamualaikum, welcome back to our channel. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. സിമ്പിൾ ആൻഡ് സ്മാർട്ടായിട്ടുള്ളൊരു സംഭവമാണ്. വേറെ ഒന്നുമില്ല. വീഡിയോ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ഫോൺ കവറില്ലേ, ആ ഫോൺ കവർ എങ്ങനെ വൃത്തിയാക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ഇത്ര വലിയ സംഭവമാണ്. ഇതൊക്കെ ഇപ്പോൾ വീഡിയോ ആയിട്ട് ഇടണോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. കാരണം നമുക്കിപ്പോൾ ഒന്നാമത് ലോക്ക്ഡൗൺ ആയിട്ട് നമ്മളിപ്പോൾ പുറത്തേക്കൊന്നും എന്തായാലും ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇവിടെ ഇരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ കേട്ടോ. പിന്നെ നിങ്ങൾക്കത് നിങ്ങൾക്കത് ഷെയർ ചെയ്തിട്ട് ഇടാമെന്ന് ഞങ്ങൾക്ക് വിചാരിച്ചു. അപ്പോൾ പിന്നെ നമ്മുടെ ലോക്ക്ഡൗൺ ഇങ്ങനെ എന്തോ കുറഞ്ഞ് ലോക്ക്ഡൗൺ ആണെങ്കിലും കുറേയൊക്കെ കുറച്ചൊക്കെ ഒരു ഇളവുകളൊക്കെ നമുക്ക് കിട്ടിയിട്ട് പുറത്തിറങ്ങാനൊക്കെ പറ്റിയൊരവസ്ഥ നമുക്ക് എത്തിയിട്ടുണ്ട്. എപ്പോഴും ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് കുറച്ചൊക്കെ ഒരു എന്താ പറയുക, ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചൊരു ഭേദമായിട്ടുണ്ട്. അതിൻ്റെ ഭാഗ്യം. അപ്പോൾ അത് മുഴുവനായിട്ട് മാറി വരട്ടെ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ക്ലാസ്സൊക്കെ തുടങ്ങും. ക്ലാസ്സൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസൊന്നും അങ്ങനെ ഇടാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഇപ്പം തന്നെ എടുത്ത് വെച്ച് അങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ്. പിന്നെ നോമ്പുമായി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് അധികം ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ മാത്രമേ ഞാൻ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും കുക്കിങ്ങൊക്കെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ഫോൺ കവറിന് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും കുറേ പേർക്കൊക്കെ നമുക്ക് ഈ ഫോൺ കവർ ഭയങ്കര ക്രീസായിരിക്കും. അതിങ്ങനെ ആ കേസ് എപ്പോഴും മാറ്റുന്ന ആൾക്കാരുണ്ടാവും. ഇല്ലെങ്കിൽ അതിൽ തന്നെ പല ഡിസൈൻ, ഒരുപാട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഡിസൈനുകളൊക്കെ എപ്പോഴും നമ്മൾ നെറ്റിലൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ എപ്പോഴും മാറ്റുന്ന ആൾക്കാർ അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട്. പക്ഷെ ഞാനൊക്കെ എപ്പോഴും ഇങ്ങനെ ഒരു സ്ഥിരമായിട്ട് മാറ്റണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ മാറ്റാറൊന്നുമില്ല. സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരെണ്ണം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഒന്ന് ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഈ ഒരു വൈറ്റൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അത് എന്താ പറയുക, ചളി പിടിക്കും. ബ്ലാക്ക് അത്ര വല്ലാണ്ട് അറിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നൊരു ഫോൺ കവർ വൃത്തിയാക്കുന്ന മെത്തേഡായിരുന്നു വരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്കത് ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കൂടി വരും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അല്ലേ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്തിട്ട് നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കമൻറ്റ് കൂടെ നിങ്ങളൊന്ന് അറിയിക്കണം. എന്നാലേ നമുക്കറിയാൻ പറ്റുള്ളൂ എങ്ങനെയൊക്കെയാണ് എന്ന്. പിന്നെ വല്ല സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ. നമ്മൾ ഇത് ടൈപ്പ് വീഡിയോ ചെയ്യണം, അങ്ങനെ ഇങ്ങനെ നിൽക്കില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് 2-3 കണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല, വരുമായിരിക്കും എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്ലീച്ചിങ് പൗഡറും പേസ്റ്റും പിന്നെ കുറച്ച് വെള്ളമൊക്കെ കൂടെ മിക്സ് ചെയ്തതാണ് നമ്മളിപ്പോൾ ഈ ഒരു ബ്രഷിൽ തേച്ചിട്ട് ഉരത്തി കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഒറിജിനൽ കളർ, ഈ ഫോൺ കവറിൻ്റെ ഒറിജിനൽ കളർ എന്ന് പറയുന്നത് ഒരു പ്യോർ വൈറ്റ് അല്ല കേട്ടോ, ഒരു ഓഫ് വൈറ്റ് ടൈപ്പാണ്. അപ്പോൾ നിങ്ങളിത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇപ്പോഴും ഒരു ചളിയുള്ള പോലെയാണ്. സത്യം പറഞ്ഞാൽ അതിൻ്റെ കളർ അങ്ങനെയാണ്. നിങ്ങളൊരു പ്യോർ വൈറ്റ് ഫോൺ കേസ് ആണെങ്കിൽ അതിന് എന്താ പറയുക, അതിന് ഇതുപോലെ യെല്ലോ ഷെയ്ഡ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതിന് ചേഞ്ച് ചെയ്യാൻ വേറെയും കുറച്ച് വഴികളുണ്ട്. അപ്പോൾ ആ ടിപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഫോൺ കവർ ഇപ്പോൾ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. സോ ഇത് ഭയങ്കര സിമ്പിളാണ് നിങ്ങൾക്ക് ചെയ്യാൻ. നിങ്ങൾക്ക് ആകെപ്പാടെ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു 3 എലമെൻറ്റ് മാത്രം മതി. 2 എലമെൻറ്റ്. ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ, ബ്രഷും കാര്യങ്ങളൊക്കെ. ബ്രഷും പേസ്റ്റും നമ്മുടെ കയ്യിലുണ്ട്. ആകെ ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ നമുക്ക് കോൺസ്റ്റാച്ചൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ
പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ ആവുന്ന അമർത്തണം. എന്നാൽ മാത്രം നമ്മൾ അടുത്തൊരു വീഡിയോ ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി കാണാം. സോ അതുവരേക്കും സ്റ്റേ ട്യൂൺ. അസ്സലാമു അലൈക്കും.